So first to discuss ചെയ്യുന്നത് accounting treatment of finance leases according to Indian accounting standard 7D. അതിൽ in the books of ലെസ്സിയുടെ ബുക്കിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്. First point പറയുന്നത് at inception of financial lease, lessee should recognize lease as an asset and a liability at an amount equal to the fair value of leased asset. ഫിനാൻസ് ലീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ലീസ്ഡ് അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അതിന് അസറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ടോ ആണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അറ്റ് ആൻ എമൗണ്ട് ഈക്വൽ ടു ദ ഫെയർ വാല്യൂ ഓഫ് ദ ലീസ്ഡ് അസറ്റിന്റെ ഫെയർ വാല്യൂനോട് ഈക്വൽ ആയിട്ട് അത് ലയബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അസറ്റ് ആയിട്ടോ ആ ഒരു ലീസ്ഡ് അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഇത് പറയുന്നതൊക്കെ ഫിനാൻസ് ലീസിലാണ്. Then second point എന്ന് പറയുന്നത് if fair value is greater than the present value of minimum lease payments from standpoint of lessee, the amount recorded at present value of minimum lease payments. അതിന്റെ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് കൂടാം അല്ലെങ്കിൽ കുറയാം അല്ലെങ്കിൽ അത് ഈക്വൽ ആവാം. സോ ഇവിടെ പറയുന്നത് ഫെയർ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ഫിനാൻസ് ലീസിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അതുപോലെ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫെയർ വാല്യൂ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സ് അതല്ലെങ്കിൽ ഫെയർ വാല്യൂ ഈസ് ലെസ് ദാൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് മിനിമം ലീസ് പേയ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ ഫെയർ വാല്യൂലാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the liability for a leased asset should be presented separately in balance sheet as a current liability or long term liability as the case may be. ഇതിൽ പറയുന്നത് ലീസ്ഡ് അസറ്റിന്റെ ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ പ്രസന്റ് ചെയ്യണം. അത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കറന്റ് ലയബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി ആയിട്ടോ പ്രസന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. Next point, initial direct cost like commission, legal fees, etc. in connection with the financial lease included as a part of amount recognized as an asset. Financial lease മായിട്ട് ബന്ധപ്പെടുന്ന കോസ്റ്റുകൾ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ അതായത് കമ്മീഷൻ ലീഗൽ ഫീസ് തുടങ്ങിയിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന കോസ്റ്റുകളെല്ലാം ആ ഒരു അസറ്റിന്റെ വാല്യൂവിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു അസറ്റിന്റെ വാല്യൂവിന്റെ ഒരു പാർട്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Then lease payments should be apportioned between finance charge and a reduction of outstanding liability. അതായത് ലീസ് പേയ്മെന്റ് ദാറ്റ് മീൻസ് ദ റെന്റൽ എമൗണ്ട് ഉണ്ടല്ലോ ആ ഒരു പേയ്മെന്റിനെ ലീസ് പേയ്മെന്റിനെ രണ്ടായിട്ടാണ് അപ്പോർഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിലൊന്ന് ഫിനാൻസ് ചാർജും രണ്ട് റിഡക്ഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് ആ ഒരു ലീസ് പേയ്മെന്റിനെ അപ്പോർഷൻ ചെയ്യുന്നത്. Then a financial lease gives rise to depreciation expense for asset as well as finance expense for each accounting period. ഫിനാൻസ് ലീസിൽ ഡിപ്രീസിയേഷൻ എക്സ്പെൻസുകളും അതുപോലെ തന്നെ ഫിനാൻസ് എക്സ്പെൻസുകളും ഉണ്ടായിരിക്കും. ഇതെല്ലാം ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരിയഡിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. Then last point, depreciation policy for a leased asset should be consistent with that for depreciable assets which are owned. Which means lessee ആ ഒരു ലീസ്ഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലെസ്സി ഓൺ ചെയ്യുന്ന അസറ്റിന് എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ബേസിൽ തന്നെ ആയിരിക്കണം ഈ ഒരു ലീസ്ഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ പോളിസിയും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് അക്കൗണ്ടിംഗ് എൻട്രീസ് ആണ് ഇൻ ഫിനാൻസ് ലീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സിയുടെ ബുക്സിൽ വരുന്ന അക്കൗണ്ടിംഗ് എൻട്രീസ് എങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ്, ഫോർ റെക്കോർഡിംഗ് ലീസ്ഡ് അസറ്റ് അറ്റ് ഇറ്റ്സ് ഫെയർ വാല്യൂ ഓർ അറ്റ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ ലീസ് പേയ്മെന്റ്സ് ഇഫ് പ്രസന്റ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ഫെയർ വാല്യൂ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് ആ ഒരു വാല്യൂ റെക്കോർഡ് ചെയ്യുന്നത് ലീസ്ഡ് അസറ്റിനെ റെക്കോർഡ് ചെയ്യുന്നത് രണ്ട് കേസാണ് ഉണ്ടാവുക. ഒന്ന് ഫെയർ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂനോട് ഈക്വലോ അല്ലെങ്കിൽ പ്രസന്റ്
അല്ലെങ്കിൽ ഫെയർ വാല്യൂ കുറവായിരിക്കും, അല്ലെങ്കിൽ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സിനേക്കാളും കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷൻ വരുമ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് അപ് ടു ലെസ്സേഴ്സ് അക്കൗണ്ട് എന്നാണ്. സെക്കൻഡ് വരുന്നത് ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഇൻ സെക്യൂറിംഗ് ലീസ്റ്റ് അസറ്റ്. ലീസ്റ്റ് അസറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നത് ലീസ്റ്റ് അസറ്റ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട് എന്ന ജേണൽ എൻട്രിയിലാണ്. തേർഡ് ഫോർ റെക്കോർഡിംഗ് ഫിനാൻസ് ചാർജസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. ഫിനാൻസ് ചാർജസ് റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രി ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് അപ് ടു ലെസ്സേഴ്സ് അക്കൗണ്ട്. Fourth, for payment of periodic installment of lease. ലീസിന്റെ പീരിയോഡിക് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി. ദാറ്റ് മീൻസ് ദ റെന്റൽ എമൗണ്ട് പേ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ആണ് പറയുന്നത് ലെസ്സേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ഫോർ റെക്കോർഡിംഗ് ദ ഡിപ്രീസിയേഷൻ ഓഫ് ലീസ്ഡ് അസറ്റ്, that is depreciation account up to leased asset account. Then for transferring finance charges and depreciation on the leased asset to the profit and loss account. ഫിനാൻസ് ചാർജസും ഡിപ്രീസിയേഷനും ഒരു എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് എ ചാർജ് ടു പ്രോഫിറ്റ്. സോ അതിന്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സോ ഇത്രയാണ് ലെസ്സിയുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ്. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഫിനാൻസ് ലീസ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17 ഇൻ ദ ബുക്സ് ഓഫ് ലെസർ. ലെസറുടെ ബുക്സിൽ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വരുന്നത്? ഫസ്റ്റ്, ദ ലെസർ ഷുഡ് റെക്കഗ്നൈസ് അസറ്റ്സ് ഗിവൺ അണ്ടർ ഫിനാൻസ് ലീസ് in balance sheet as a receivable at an amount equal to net investment in lease. അതായത് ലെസറുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ടിനെ ഫിനാൻസ് ലീസിൽ ബാലൻസ് ഷീറ്റിൽ റിസീവബിൾസ് ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു അസറ്റ്, റിസീവബിൾസ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ആയിട്ടാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. Next point, lease payment receivable is treated as a repayment of principal, that is net investment in lease, and finance income to reimburse and reward lessor for investment and services. അതായത് ലെസർക്ക് കിട്ടുന്ന ഓരോ ലീസ് പേയ്മെന്റ്, അയാൾക്ക് കിട്ടുന്ന ഓരോ ലീസ് പേയ്മെന്റ് റിസീവബിൾസും എന്ന് പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ, അതായത് റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ ഒരു റീപേയ്മെന്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫിനാൻസ് ഇൻകം ആയിട്ടും അല്ലെങ്കിൽ ഒരു റിവാർഡ് ആയിട്ടൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു റിസീവബിൾ ലീസ് പേയ്മെന്റ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റീപേയ്മെന്റ് ആയിട്ട് അതുപോലെ ഒരു ഫിനാൻസ് ഇൻകം ആയിട്ടും റിവാർഡ് ആയിട്ടൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ്, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ലൈക്ക് കമ്മീഷൻ, ലീഗൽ ഫീസ് എക്സെട്ര incurred to produce finance income are to be debited immediately to profit and loss account or allocated against finance income over the lease period. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റുകൾ, കമ്മീഷൻ, ലീഗൽ ഫീസ് തുടങ്ങിയിട്ടുള്ള കോസ്റ്റുകൾ രണ്ട് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അലോക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദ ഫിനാൻസ് ഇൻകം ഓവർ ദ ലീസ് പീരിയഡ്. ലീസ് പീരിയഡ് കഴിയുന്നത് വരെ ഓരോ ഇയറിലും അത് എന്ത് ചെയ്യും, ഫിനാൻസ് ഇൻകത്തിലേക്ക് അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസർ ആണ്. ലെസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്ന ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാണെന്നാണ്. അതിൽ ഫസ്റ്റ്, ഫോർ റെക്കോർഡിംഗ് finance leased asset as receivable from the lessee, the lessee's account debtor to lease sales account. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീസ്ഡ് അസറ്റ്, ഫിനാൻസ് ലീസിൽ ലീസ്ഡ് അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് ലെസ്സിന്റെ കയ്യിൽ നിന്ന് ഒരു റിസീവബിൾ ആയിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ലെസ്സീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലീസ് സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സിലാണത് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ലെസർ. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റുകൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ദെൻ ഈ ലീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. ആ ഇയറിന്റെ എൻഡിൽ ആ ലീസ് എക്സ്പെൻസ് അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ്,
for recording finance charges at the end of the period. പീരിയഡിന്റെ എൻഡിൽ ഫിനാൻസ് ചാർജ് റെക്കോർഡ് ചെയ്യുന്നത് ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് എന്നാണ്. Then finance charges are transferred to profit and loss account. Next, for receiving periodic lease payments received from the lessee. ലെസ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന periodic payment, lease payment റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? Bank account debtor to lessee's account. Then at the end of the period of finance lease, the net balance in lessee's account, if any, is transferred to profit and loss account. ആ ഒരു പീരിയഡിന്റെ ഫിനാൻസ് ലീസിന്റെ പീരിയഡിന്റെ എൻഡിൽ ലെസ്സിയുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.